എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സംഘടനകളൊക്കെ അക്രമ സ്വഭാവത്തിലേക്ക് മാറുന്നത്? SFI ഒരു കോളേജിൽ ശക്തമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തില്ല, പ്രവേശനമില്ല. ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന PK ശശി ഒരു UDFന്റെ ഒരു നഗരസഭ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുള്ളതാണ് തെറ്റ്. ഇപ്പോൾ ബിലാലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ മുൻപ് എന്താണ് മാഷാ അല്ലാ എന്നായിരുന്നു ചന്ദ്രശേഖരന്റെ വിഷയത്തിൽ ഇന്നോവ കാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്താണോ സ്റ്റാലിനും അല്ലെങ്കിൽ കാറൽ മാർക്സ് ഒക്കെ ചെയ്തത് അതേ കാര്യം തന്നെയാണ് അതിന്റെ പിന്തുടർക്കാർ എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ലീഡർ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയും അങ്ങനെയുള്ള ആളുകളെ കണ്ടാണ് എന്ത് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ ഇതുവരെ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മാതൃകകൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നതിന് പകരം ഇത്തരം മാതൃകകൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജന സമൂഹത്തിന് സാധിക്കുമെന്ന് കരുതുന്നില്ല. രാഷ്ട്രീയം എന്നാൽ എതിരഭിപ്രായം പറയുന്നവരുടെ കാല് തല്ലിയൊടിക്കുകയോ അല്ലെങ്കിൽ കൈവെട്ടുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പല യൂത്ത് സംഘടനകളുടെയും രീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SFI സംഘടിപ്പിച്ച ഒരു സമരം, അതിനകത്താണെങ്കിലും ഈ പറയുന്ന പോലെ ഗുണ്ടായിസം കാണിച്ചായിരുന്നു സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമരം നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം CPM മുതിർന്ന നേതാവ് PK ശശി പറഞ്ഞ ചില പ്രസ്താവനയ്ക്ക് ഈ പറയുന്നത് പോലെ SFIയുടെ നേതാവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രതികരിച്ചതും വളരെയധികം രോഷമായ രീതിയിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സംഘടനകളൊക്കെ അക്രമ സ്വഭാവത്തിലേക്ക് മാറുന്നത്? അല്ല, ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എവിടെയാണോ കമ്മ്യൂണിസം ഉത്ഭവിച്ചത്, അത് നമുക്കറിയാം സോവിയറ്റ് യൂണിയനിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ക്യൂബയിലായാലും ചൈനയിലായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഗൂഗിളിലേക്ക് അടിച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് നമ്മൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താണ് AK ഗോപാലനായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരാണെന്ന് നോക്കിയാൽ രാഹുൽ ഗാന്ധിയാണെന്ന് കാണാൻ സാധിക്കും. ഇതേ ചോദ്യം നമുക്ക് ഗൂഗിളിൽ ചൈനയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുമോ? ഇല്ല. ക്യൂബയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂബയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് കിട്ടുമോ? ഇല്ല. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് എങ്ങനെയാണ്, അതായത് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്ക് കടക്കുന്ന ഒരു സമയമുണ്ട്. അതായത് അതാണ് എന്ത് ചെയ്യുന്നത്, അവർ നമ്മൾ പറയത്തില്ല സമത്വ സുന്ദരമായിട്ടുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന അവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കമ്മ്യൂണിസം എത്തിപ്പെട്ടാൽ അവിടെ എന്തായി മാറും, അത് ഏകാധിപത്യമായി മാറുന്ന ഒരു ചരിത്രമാണ് ലോകത്തെ എല്ലായിടത്തും. അത് ഇവിടുത്തെ സോവിയറ്റ് യൂണിയൻ ആയാലും ക്യൂബയിലായാലും ചൈനയിലായാലും വിയറ്റ്നാമിലായാലും എവിടെയായാലും അത് പിന്നീട് ഒരു സർവാധിപത്യമാവുകയും പിന്നീട് അവിടെ എന്തില്ല, പ്രതിപക്ഷമില്ല. അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിൽ SFI എന്ത് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് SFI ഒരു കോളേജിൽ ശക്തമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തില്ല, പ്രവേശനമില്ല. അവിടെ പ്രവർത്തിച്ചാൽ അവിടെ സംഘർഷമാണ് ഉണ്ടാക്കും, അവരെ മർദ്ദിക്കും. അതൊരു നിത്യസംഭവമാണ്. ഇവിടെ PK ശശിയുടെ വിഷയത്തിൽ പോലും ആർഷോ വളരെ ആർജവത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, പറയുകയാണ് എന്താണ് ബിലാലിനെ എന്ത് ചെയ്യത്തില്ല, ഇനി വീണ്ടും എന്തുകൊണ്ട് കുട്ടികളുണ്ട്, അവർ നിന്നെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുന്നു. ആരായിരുന്നു ഇദ്ദേഹവും നമ്മൾ പരിശോധിക്കണം. ഇപ്പോഴും അയാൾ എന്താണ് CPMൽ എന്താണ് തുടരുകയാണ്. CPM ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം വകുപ്പിൻ്റെ KTDCയുടെ ബോർഡ് ചെയർമാനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന PK ശശി. അയാൾ ചെയ്തത് എന്താണ്, ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന PK ശശി ഒരു UDFന്റെ ഒരു നഗരസഭ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുള്ളതാണ് തെറ്റ്. അതായത് നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും കൊടുക്കുന്ന നികുതി പണത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി, അതായത് നമ്മുടെ ജനാധിപത്യ സെറ്റപ്പിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ടാകുന്നതെങ്കിലും അവരങ്ങനെ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഭരണഘടനയിൽ, അതായത് ഒരാളോടും പ്രത്യേകമായ മമതയോ അല്ലെങ്കിൽ സ്നേഹമോ ജാതിയോ മതമോ രാഷ്ട്രീയത്തിന് അതിർവരമ്പുകൾക്ക് അതീതമായി പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയെടുത്താണ് എന്ത് ചെയ്യുന്നത് അധികാര സ്ഥാനങ്ങളിലേക്ക് ഇവരെത്തപ്പെടുന്നത്. അങ്ങനെ അധികാര സ്ഥാനത്തിലെത്തിയവരാണ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സംഘടനയുടെ ആ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ ഞാനൂലുകളായിട്ടുള്ള ആളുകൾ വരെ വന്ന് എന്ത് ചെയ്യുന്നത്, അയാളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അത് പേടിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ടതാണ്. കാര്യം എന്താണ്, ഇപ്പോൾ ബിലാലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ മുൻപ് എന്താണ് മാഷാ അല്ലാ എന്നായിരുന്നു ചന്ദ്രശേഖരൻ്റെ വിഷയത്തിൽ ഇന്നോവ കാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് എതിരാളികളെയും ഒപ്പം നിൽക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി അവരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇച്ഛയ്ക്കൊത്ത് എത്തിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് എന്താണോ സ്റ്റാലിനും അല്ലെങ്കിൽ കാറൽ മാർക്സ് ഒക്കെ ചെയ്തത് അതേ കാര്യം തന്നെയാണ് അതിൻ്റെ പിന്തുടർക്കാർ എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരെ ബംഗാളിൽ ഇത് തന്നെയാണ് അവർ ചെയ്തത്, ത്രിപുരയിൽ അത് തന്നെയാണ് ചെയ്തത്. അവസാനം ജനങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് അവരെ
ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷെ ഇപ്പോ ഇത് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാകുന്നതിന് കാരണം കേരളത്തിൽ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഒരു അക്രമം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക, UDF-ന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു, PJ കുര്യൻ പറഞ്ഞത്, SFIയെ കണ്ടുപഠിക്കണം യൂത്ത് കോൺഗ്രസിന്. അവരെ പോലെയുള്ള ഒരു ശക്തി ഇല്ലാത്തത്, ഈ ഒരു ചേർത്ത് പിടിക്കില്ലാത്തത് കൊണ്ടാണ്. SFI എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ കണ്ടുവേണം യുവജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യുവത്വത്തെ ചേർത്ത് നിർത്തണമെങ്കിൽ UDF-ന്റെ യൂത്ത് കോൺഗ്രസും അതുപോലെ ആകണമെന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം തന്നെ ഈ ഒരു SFI പറയുന്ന പല പ്രസ്താവനയ്ക്കും എതിരായിട്ട് മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെയും രണ്ട് രീതിയിൽ പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അല്ല, കോൺഗ്രസിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടേ പറയത്തുള്ളൂ. ഇവിടെ KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും നമ്മൾ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ലീഡർ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയും അങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിച്ച, ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ അനവധിയായിട്ടുണ്ട്. പാർട്ടിയെ വിഷയമാക്കാനും അല്ലെങ്കിൽ കണ്ടുപഠിക്കാനുമായിട്ട് കോൺഗ്രസിനുണ്ട്. അപ്പോൾ ആ ആളുകളെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസ്സുകാർ ഇതുവരെ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ട, ഇനി SFIയെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് എന്ത് ചെയ്താൽ മതി, അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ മതി കൃത്യമായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ച് കഴിയുന്നില്ല. കാര്യം എന്താണ്, കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊക്കെ ആഹ്വാനം നൽകുമ്പോൾ നമ്മൾ ഒരാൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ എന്താണ് അദ്ദേഹത്തിന് നേരെയാണ് ചൂണ്ടേണ്ടത്. അദ്ദേഹം ഇത്രയും കാലം എന്ത് ചെയ്തു, എന്തൊക്കെ ജനപ്രതിനിധിയായിട്ട് നയിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പ്രസ്താവനകളിലല്ല, അതായത് എന്താണ് അവർ പറയേണ്ടത്, എന്താണ് നിങ്ങൾ കോൺഗ്രസിൻ്റെ ആശയവാഹനം, അദ്ദേഹത്തിന് അഭിപ്രായം പറയണമെന്ന് ആരും പറയണ്ട. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കോൺഗ്രസിന് എന്ത് ചെയ്യണം, നേതാക്കന്മാരെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്താണ് മുൻകാലത്തുള്ള നേതാക്കന്മാരുടെ പാത പിന്തുടരണം, അല്ലെങ്കിൽ മുൻകാലത്ത് കോൺഗ്രസിനെ നയിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ നയിച്ച മഹാരഥന്മാരായിട്ടുള്ള ആയിരക്കണക്കിന് എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാരുടെ സമ്പുഷ്ടമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നേതാക്കന്മാരെ കണ്ടുപഠിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരുടെ മാതൃകകൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നതിന് പകരം ഇത്തരം മാതൃകകൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്ത് ചെയ്യത്തില്ല, കേരളത്തിലെ യുവജന സമൂഹത്തിന് സാധിക്കുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ടാകാം എന്ത് ചെയ്യുന്നത്, എല്ലാവരും അതിനെ തള്ളിപ്പറയുന്നത്. ഇപ്പോൾ ഈ PK ശശിയുടെ വിഷയം നമ്മൾ കണ്ടു. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ CPM-ൽ ഒരു നിലയില്ല, കയറ്റില്ല നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും എതിർത്ത് തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം, ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവരുടെ ഉള്ളിൽ തന്നെ, പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പലതരം പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ CPM-ലുള്ളവർ UDF-നെ കണ്ടുപിടിക്കാൻ പറയുന്നു, UDF-ലുള്ളവർ CPM-നെ, അങ്ങനെയൊക്കെ. ഇപ്പൊ PK ശശി ആണെങ്കിൽ CPM-ൽ ഇപ്പോൾ ഒരു നിലപാടില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അദ്ദേഹം UDF-ലേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവിടെ അദ്ദേഹം ഇപ്പോഴും എന്താണ് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പം നാളെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരാൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നതോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയം, അദ്ദേഹത്തിന് തീരുമാനമെടുത്ത് കൃത്യമായിട്ടൊരു നിലപാടെടുക്കുമ്പോൾ എന്ത് ചെയ്യും, കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, പാർട്ടി എടുക്കും. പലരും ഇതുപോലെ ഇപ്പം PK ശശിയെ സ്വീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ PK ശശി UDF-ലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വന്നോളൂ എന്ന് വിളിക്കുന്ന UDF നേതാക്കൾ ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, ഈ PK ശശിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മണ്ണാർക്കാട് ഈ ഒരു CPM-ന് വേരുറപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്നുണ്ടെങ്കിൽ നമുക്ക് PK ശശിയെ പറയുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തി ഇനി UDF-ലേക്ക് പോകുമ്പോൾ, UDF ആണെങ്കിൽ തന്നെയും PK ശശി ഒരു സമയത്ത് ഒരുപാട് താഴ്ത്തി കെട്ടിയിരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് കണക്കാക്കാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് പോസിബിലിറ്റിയാണ്, സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ എന്തും എന്ത് ചെയ്യാം, സംഭവിക്കാം. അതിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നാളെ അങ്ങനെ ആകുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഓരോ അതാത് സമയത്തുള്ള നിലപാടുകളും അല്ലെങ്കിൽ അതാത് സമയത്തുള്ള എന്താണ്, അങ്ങനെ നോക്കുമ്പോൾ എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടി, അതൊന്നും ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അത് കൃത്യമായിട്ട് എന്താണ്, കൃത്യമായി അതേ ഒരു നിലപാടെടുക്കട്ടെ. അദ്ദേഹം എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെട്ടതെന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് പറയട്ടെ. അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള പല ആളുകളും, ചെറിയ ആളുകൾ വരെ വന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അതിനെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങൾ എന്ത് ചെയ്യും, അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.